ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാം ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മൾ ഒരു ഭാഗ്യവാന്മാരാകാൻ പോവുകയാണ്. ഭാഗ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഭാഗ്യവും നിർഭാഗ്യവും നമ്മൾ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പല വ്യക്ത വാക്കുകളെ നമ്മളെ ഭാഗ്യവാന്മാരെന്ന് നമ്മൾ പലരെയും കൊട്ടിഘോഷിക്കാറുണ്ട്. ഇവിടെ പറയുന്നു, ആരാണ് ഭാഗ്യവാൻ? ദൈവഹിതപ്രകാരമുള്ള ഭാഗ്യവാന്മാർ ആരൊക്കെയാണെന്ന് അടിവരയിട്ട് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളാണ്. ആ ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി ഞാൻ തയ്യാറായിട്ടുണ്ടോ? അല്ല എങ്കിൽ ഇന്നത്തെ തിരുവചനം കേട്ട് ദൈവിക ഭാഗ്യം കരസ്ഥമാക്കാനായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യണം. ചിലപ്പോഴൊക്കെ നമ്മൾ പറയേണ്ട ആ വ്യക്തിയുടെ ഭാഗ്യമരണമാണ്. അത് സത്യമായിട്ടും ദൈവികമാണ്. ഭാഗ്യമരണം എന്ന് പറയുന്നത് ദൈവികമാണ്. നല്ല മരണം ഭാഗ്യമരണമാണ്. ഭാഗ്യം ലഭിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് നല്ല ഒരു ക്ലാസ് ഇന്ന് ഞാൻ എടുക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുക. പ്രിയമുള്ളവരെ, ഒന്നാമതായിട്ട് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ലഭിച്ച തിരുവചനം അന്നെന്നുള്ള അപ്പം ഇപ്രകാരമാണ്: മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും. 2-3 കാര്യം അവിടെ വ്യക്തമായിട്ട് പറയാം. മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ, അത് എവിടെയാണ്? പരമാർത്ഥ ഹൃദയം, സത്യഹൃദയം, കാര്യം വഞ്ചനയില്ലാത്ത ഹൃദയം. ആ വ്യക്തികൾക്കാണ് മനസാക്ഷ്യം അല്ലാതെ മനസാക്ഷിത്വമുള്ളത്. ഇന്ന് മനസാക്ഷിത്വം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലടിക്കുകയും വെട്ടും കുത്തും ഒക്കെ. മനസാക്ഷിയോട് ചോദ്യം പറയില്ല, മനസാക്ഷിയോട് ചോദ്യം. ഏറ്റവും വലിയ സാക്ഷിയാണ് മനസാക്ഷി. ഈ ലോകത്തിലെ എല്ലാവരേക്കാൾ കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും ഒക്കെ ശരിയാകണമെന്നില്ല. ഒരുപക്ഷെ കണ്ണുകൊണ്ട് കണ്ടത് തെറ്റായ രീതിയിൽ നമുക്ക് പറഞ്ഞു വരുത്താം. ഉദാഹരണമായിട്ട്, നമ്മൾ കാണുന്നതെല്ലാം ഭാഗ്യമാണെന്ന് ചിന്തിക്കരുത്. ഉദാഹരണമായിട്ട്, ഞാൻ ഒരു കള്ളുഷാപ്പിലേക്ക് കയറി. ഞാൻ പോകുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ ആത്മീയരായ നിങ്ങൾ, ഞാൻ കള്ളുഷാപ്പിലേക്ക് കയറുന്നത് നിങ്ങൾ കാണുകയും അല്പം വൈകി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയും ഇറങ്ങി വന്നപ്പോൾ ഞാൻ കാല് തട്ടി മറിഞ്ഞു വീഴാൻ പോയി. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുത്തുന്ന ആ വാക്കുകളെ നമുക്കറിയാം എന്തുവാ. അപ്പം ഭാഗ്യവും നിർഭാഗ്യവും എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ കാണുന്നതെല്ലാം ശരിയാകണമെന്നില്ല, കേൾക്കുന്നത് ശരിയാകണമെന്നില്ല. പക്ഷേ മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാനാണ്. മനസാക്ഷിയോടാണ് ചോദിക്കേണ്ടത്. അവനവന്റെ മനസാക്ഷിയോട് ചോദിച്ചു കഴിയുമ്പോൾ നീ ചെയ്തതും നീ പ്രവർത്തിക്കുന്നതും നീ കണ്ടതും കേട്ടതുമെല്ലാം മനസാക്ഷിത്വമുണ്ടോ? മനസാക്ഷിയോട് ചോദ്യരെ എന്ന് നമ്മൾ പറയാറില്ലേ? മനസാക്ഷി കുറ്റപ്പെടുത്തുന്നെങ്കിൽ ഒരു കാരണവശാലും അത് ശരിയല്ല, നീ തെറ്റിലാണ്. മനസാക്ഷി നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ തെറ്റാണ് പറയുന്നത്. നീ കാണാത്തതും കേൾക്കാത്തതും അല്ലാതെ കണ്ട കാര്യങ്ങളും അത് ശരിയാകണമെന്നില്ല. അപ്പൊ നിന്റെ മനസാക്ഷി കുറ്റപ്പെടുത്തുന്നെങ്കിൽ നീ കണ്ടത് ശരിയല്ല. ഞാൻ ആ കള്ളുഷാപ്പിൽ നിന്ന് ഇറങ്ങി വന്നത് മറിഞ്ഞു വീഴുന്നത് നീ കണ്ടു. പക്ഷെ നീ പറഞ്ഞു പരത്തി, ജോർജ് ബ്രദറെ ഇതാ മദ്യപിക്കാനായിട്ട് എന്റെ 2 കണ്ണുകൊണ്ടും ഞാൻ കണ്ടതാ. കള്ളുഷാപ്പിലോട്ട് കയറുന്നതും അദ്ദേഹം കുടിച്ച് ലെവല് കെട്ട് തിരിച്ചിറങ്ങി വരുന്നിടം വരെ ഞാൻ അവിടെ നിന്നു. അല്ലാതെ ഇറങ്ങി വന്നപ്പോൾ തലയും കുത്തി വീഴുന്നതും എന്റെ ഈ 2 കൊണ്ട് കണ്ട, സത്യമായിട്ടും എന്റെ 2 കണ്ണു കണ്ടും കണ്ടതാ എന്ന്. എന്നാൽ നിന്റെ മനസാക്ഷി കുറ്റപ്പെടുത്തും. ഇത്രയും വചനപ്രഘോഷണം ചെയ്യുന്ന, ഇത്രയും ആത്മീയതയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന് നിന്റെ മനസാക്ഷിയോടെ ദൈവത്തിന്റെ ആത്മാവ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് അസ്വസ്ഥതകൾ ബാധിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്നത് ശരിയല്ലെങ്കിൽ മനസാക്ഷി സാക്ഷ്യം വഹിക്കുന്നതായിട്ട് മനസ്സ് സാക്ഷ്യം വഹിക്കും. അത് നമ്മൾ ചെയ്യരുത്. മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവെടിയാത്തവനും ഭാഗ്യവാനാണ്. പ്രത്യാശ കൈവെടിയരുത്. ആ വ്യക്തികളുടെ വിശ്വാസം കൈവെടിയരുത്.
അത് കൈവെടിക്കുന്ന ഒരു വാക്കാണ് നിന്റെ വാക്ക് എന്ന് പറയുന്നത്. നീ സത്യമായിട്ടും പറയുന്നത് ശരിയാ. നിന്റെ രണ്ട് കണ്ണുകൊണ്ടും കണ്ടതാ. കയറിപ്പോന്നതും ഇറങ്ങി വൈകി വന്നത് തലകുത്തി വീഴുന്നതും നീ കണ്ടതാ. പക്ഷേ അത് സത്യം അതിൻ്റെ അകത്തുണ്ടോ? പരമാർത്ഥത വല്ലതും ഉണ്ടോ? ഇല്ലാതെ പറഞ്ഞു പരത്തി കഴിഞ്ഞാൽ നിന്റെ മനസ്സാക്ഷി കുറ്റപ്പെടുത്തും. നിന്റെ പ്രത്യാശ ചോർന്നു പോകും. നീ നിരാശ ബാധിച്ചവനാവും. അതുകൊണ്ട് ആ വ്യക്തിയോട് നേരിട്ട് ചെന്ന് ചോദിക്കുക, എന്താ ബ്രദറെ ഇവിടെ വന്നത്? ബ്രദർ എന്താ വീണത്? കാര്യങ്ങൾ നേരിട്ട് തിരക്കി അത് വ്യക്തത വരുത്തി കഴിയുമ്പോൾ നമുക്ക് പറയാം. അപ്പൊ മനസാക്ഷി കുറ്റപ്പെടുത്തിയത് ശരിയായ രീതിയിൽ ശരിയായ ദിശയിലേക്ക് നിന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് കാണുന്നതെല്ലാം ശരിയാണെന്ന് ചിന്തിക്കരുത്, കേൾക്കുന്നതെല്ലാം ശരിയാണെന്ന് ചിന്തിക്കരുത്. അത് മനസാക്ഷി കുറ്റപ്പെടുത്തും. ഏറ്റവും വലിയ സാക്ഷിയാണ് മനസാക്ഷി. വീണ്ടും പറയുക, മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവെടിയാത്തവനും ഭാഗ്യവാനാണ്. ഈ ഭാഗ്യമാണ് നമുക്ക് വരേണ്ടത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിർഭാഗ്യം. എന്താണ് നിർഭാഗ്യം? ഈ ലോകത്തിന്റെ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെക്കാളും നമ്മൾ നിർഭാഗ്യവരാണെന്ന് 1 കൊരിന്ത്യർ 15:19 പറയുന്നുണ്ട്. അപ്പൊ ഭാഗ്യവും നിർഭാഗ്യവും. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ചില വ്യക്തികളെ മണ്ണിടിച്ചിലാണല്ലോ ഇന്നത്തെ സംസാര വിഷയം. ഉരുള് പൊട്ടിയപ്പോൾ ഒരു മുടിനാരിടയ്ക്കാണ് ഞാൻ രക്ഷ പ്രാപിച്ചത്. അപ്പൊ അടുത്തുള്ള നീ ഭാഗ്യവാനാണ്. അത് നിർഭാഗ്യമാണ്. നിർഭാഗ്യം. ഭാഗ്യം എവിടെയാണ്? എന്ത് ചെയ്താലാണ് ഭാഗ്യം പറ്റുന്നത്? എങ്ങനെയാണ് ഭാഗ്യം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാത്തവൻ പറയും, അയ്യോ മുടിനാരന് നീ രക്ഷപ്പെട്ടില്ല, നീ ഭാഗ്യമാണ്, ഭാഗ്യം ചെന്നവനാണ്. അത് സത്യാവത്തും നമ്മൾ നിർഭാഗ്യവരാ. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നമ്മളെ പ്രത്യാശ അർപ്പിച്ചവരാണെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണെന്ന് പറയുന്നതിന്റെ തിരുവചനം അതാണ്. അവിടെ നിർഭാഗ്യമാണ്. നിർഭാഗ്യവശാൽ രക്ഷ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ മതി. നിർഭാഗ്യവശാൽ അല്ല, ഭാഗ്യം കൊണ്ട് രക്ഷ പ്രാപിച്ചെന്ന് പറയരുത്. ഭാഗ്യം കൊണ്ടല്ല രക്ഷ പ്രാപിച്ചത്, നിർഭാഗ്യത്താൽ രക്ഷ പ്രാപിച്ചതാ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലെ ഭാഗ്യവും നിർഭാഗ്യവും തിരിച്ചറിയണം നമുക്ക്. ഇവിടെ ഈശോ പറയുന്ന ഭാഗ്യങ്ങളെ പറയുന്നല്ല, മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ ചോർന്നു പോകാത്തവനും ഭാഗ്യവാനാണ്. വീണ്ടും നമുക്കറിയാം രണ്ടാമത്തെ ഭാഗ്യം വരുന്നത് സങ്കീർത്തനം 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനം പറയുന്നു, ദുഷ്ടന്മാരുടെ ഉപദേശം സ്വീകരിക്കുകയോ. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ദുഷ്ടന്മാരുടെ ഉപദേശമാണ് കേൾക്കുന്നത്. മീഡിയയിൽ കൂടി എല്ലാം ദുഷ്ടതയാണ് പറഞ്ഞു വരുത്തുന്നത്. സത്യം അതിൻ്റെ അകത്ത് ലേശം പോലും കാണത്തില്ലായിരിക്കാം. പരമാർത്ഥത ഹൃദയരല്ല. അതിനെ സത്യത്തെ വളച്ചൊടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടുതൽ ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടിയിട്ട് അതിന് എരിവും ചാറും ഒക്കെ ചേർത്ത്, പുളിയും ചേർത്ത് പറഞ്ഞു വരുത്തുന്നവരുണ്ട്. അവർ പരദൂഷകരാണ്, ശപിക്കപ്പെട്ടവരാണെന്ന് ബൈബിൾ പറയുന്നത്. അവർ നിർഭാഗ്യവരാണ്. ഭാഗ്യം എന്താണ്? ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസികളുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ പോകാതിരിക്കുക. അപ്പം കൂട്ടുകെട്ട് നല്ലതാണ്, കെട്ട കൂട്ട് നമ്മളെ കൂടെ നാശത്തിലേക്ക് വരുത്തുമെന്ന് പറഞ്ഞ ആ തിരുവചനം നമ്മളൊന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദുഷ്ടന്മാരുടെ ഉപദേശം സ്വീകരിക്കാൻ ഒരിക്കലും പോകരുത്. ആത്മീയ ഉപദേശങ്ങളെ നമ്മൾ സ്വീകരിച്ചാൽ അത് ഭാഗ്യമായിട്ട് മാറും, അല്ലെങ്കിൽ നിർഭാഗ്യമായിട്ട് മാറും. ലോട്ടറി അടിച്ച ഭാഗ്യക്കുറി, ഇതാ ഭാഗ്യം, അവൻ ഭാഗ്യമുള്ളവനാ, ലോട്ടറി അടിച്ചു, അത് നിർഭാഗ്യമാണ്. നിർഭാഗ്യം. അതിന്റെ വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ നമ്മൾ 100% അതിനെ സപ്പോർട്ട് ചെയ്യും. നിർഭാഗ്യമാണ്. ഈ ലോക ജീവിതത്തിന് മാത്രമാണ് പ്രത്യാശ അർപ്പിച്ചവൻ, അവൻ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യനാണ്. ഭാഗ്യം ദൈവം തമ്പുരാൻ പറഞ്ഞ ഒന്ന്, മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ. ഏതെങ്കിലും തെറ്റ് ചെയ്യുക, ഏതെങ്കിലും കണ്ടത് അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞു വരുത്തിയിട്ട് മനസാക്ഷി കുറ്റപ്പെടുത്തുന്നു ഉള്ളില്. അത് മറ്റാർക്കും അറിയത്തില്ല, നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിന്റെ മനസാക്ഷി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും.
നീ പറഞ്ഞത് ശരിയായില്ല, നീ പറഞ്ഞു പരത്തിയത് പരദൂഷണമാണ്. അതുകൊണ്ട് മനസാക്ഷി എപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ മനസാക്ഷി കുറ്റപ്പെടുത്തുകയും പ്രത്യാശ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, നീ നിർഭാഗ്യവനാണ്. ഇവിടെ മറ്റുള്ളവരുടെ ഉപദേശം, നമ്മൾ ഉപദേശം സ്വീകരിക്കേണ്ട ആത്മീയ ഉപദേശമാണ്, ഗുരുക്കന്മാരുടെ ഉപദേശം, മാതാപിതാക്കളുടെ ഉപദേശമാണ്. അല്ലെങ്കിൽ പാപികളുടെ വഴി വ്യാപരിക പരിഹാസികളുടെ വേദത്തിൽ പോയിരിക്കുക ചെയ്യാത്തവൻ ഭാഗ്യവാനാ. അടുത്ത തിരുവചനം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രഭാഷകൻ 26:1 പറയുന്നു. പ്രഭാഷകൻ 26:1 വ്യക്തമായിട്ട് പറയുക, ഉത്തമമായ ഭാര്യയെ ലഭിച്ചവൻ ഭാഗ്യവാനാണ്. ഉത്തമമായ ഭാര്യ ആർക്കാ കിട്ടുന്നത്? ദൈവാനുഗ്രഹം ഉള്ളവനാ കിട്ടുന്നത്. ഇവിടെ പറയുകയാണ്, ഉത്തമമായ ഭാര്യ ഉള്ളവൻ ഭാഗ്യവാൻ, അവന്റെ ആയുസ് ഇരട്ടിക്കും. ഉത്തമമായ ഭാര്യ അല്ലെങ്കിൽ അവന്റെ ആയുസ് പകുതിയായി പോകും. ഉത്തമമായ ഭാര്യയെ കണ്ടുപിടിക്കാൻ അല്പം അവിടെ പറയുന്നുണ്ട്, വിശുദ്ധയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. എന്നാൽ ഉത്തമമായ ഭാര്യ അല്ലെങ്കിലോ അവന്റെ ആയുസ് പകുതിയാകുമ്പോഴേ പോകും. ഇവിടെ 3-ാമത്തെ വചനം പറയാണ്, ഉത്തമമായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക്, ദൈവഭക്തി ഉള്ളവർക്ക് ലഭിക്കുന്ന ഒരു ഇതാണ് ഉത്തമമായ ഭാര്യ. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തില്ല. പലപ്പോഴും കുടുംബജീവിതത്തിലെ പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ മനസാക്ഷി കുത്തുണ്ടാകും. മനസാക്ഷി പറയും, നീ പറഞ്ഞത് ശരിയായില്ല. അവരിലുള്ള നന്മകൾ കാണാൻ സാധിക്കാതെ വന്നുകൊണ്ട് തിന്മകളെ എടുത്തു പറഞ്ഞുകൊണ്ട് നീ ഭാഗ്യത്തെ തട്ടിത്തെറിപ്പിച്ച നിർഭാഗ്യവനായിട്ട് ജീവിക്കുക. ഇന്ന് എല്ലാ വ്യക്തികളും നിർഭാഗ്യ ജീവിതമാണ് നയിക്കുന്നത്. ഈ ലോകത്തിന്റെ സുഖം നിങ്ങൾ മാത്രം നോക്കി അവരെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവരാണെന്ന് 1 കൊരിന്ത്യസ് 15:19 പറയുന്നത് പോലെ നമുക്ക് ദൈവം അനുവദിക്കുന്ന ഒക്കെ എന്റെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ അത് നമുക്കൊരു ഭാഗ്യമായിട്ട് മാറും. വീണ്ടും അടുത്ത വചനം പറയുന്നുണ്ട്, പരീക്ഷകളെ ക്ഷമയോടെ അതിജീവിക്കുന്നവൻ ഭാഗ്യവാൻ. യാക്കോബിന്റെ ലേഖനം 1-12 വചനം പറഞ്ഞു, പരീക്ഷകളെ, പ്രിയമുള്ളവരെ, ഏതെല്ലാം പരീക്ഷയുടെ ഘട്ടങ്ങളിൽ കൂടി നമ്മൾ പോയിട്ടുണ്ട്, അതിനെ ക്ഷമയോടെ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ പൊട്ടിത്തെറിക്കാറുണ്ട്, വ്യാകുലത, ഉത്കണ്ഠ, ആകുലപ്പെടാറുണ്ട്. ഇതെല്ലാം നിർഭാഗ്യവരുടെ ലക്ഷണമാണ്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോടെ തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടതും കണ്ടതും ഒക്കെ അത് നിർഭാഗ്യമാണ്, നമുക്ക് ഭാഗ്യം ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് നമ്മൾ പഠിക്കണം. പക്ഷെ നമ്മളെ ഇന്നത്തെ സംഭവം കണ്ടുകൊണ്ട് നമ്മൾ നിർഭാഗ്യരായിട്ട് ജീവിക്കുക. ആ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് ഈ പരീക്ഷകളെ അതിജീവിക്കുമ്പോഴാ. സഹനങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദാമ്പത്യ ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നത് ഒരു പരീക്ഷണ ഘട്ടമാണ്, ഒരു പരീക്ഷണയുടെ കാലഘട്ടമാണ്. നീ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കുമ്പോൾ ആ പരീക്ഷകളെ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം, അതാണ് ഭാഗ്യൻ. ജീവന്റെ കിരീടം, ജീവിക്കാനുള്ള വഴി ദൈവം കാണിച്ചു തരും. ഇന്നത്തെ കഷ്ടപ്പാടുകൾ നിസ്സാരമായിട്ട് കാണണം. അതിനെ അതിജീവിച്ച് കഴിയുക എന്ന് പറഞ്ഞാൽ അടുത്ത ഭാഗ്യം നിനക്കുണ്ട്. ഇപ്പോൾ നീ നിർഭാഗ്യമാണ്. നിന്റെ സംസാരങ്ങളെ, നിന്റെ ചിന്തകളെല്ലാം നിർഭാഗ്യമാണ്. മനസാക്ഷി കുത്തപ്പെടുന്നുണ്ട്. ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുകയും ഇത്രയെല്ലാം ഉപവസിക്കുകയും ഇത്രയെല്ലാം വചനം കേൾക്കുകയും ചെയ്തിട്ട് എനിക്ക് ഈ ഗതിയാണല്ലോ വന്നത്. നിർഭാഗ്യവതിയാണ്, നിർഭാഗ്യവാനാണ് നീ. ഭാഗ്യം എവിടെ ഇരിക്കുന്നത്? ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് ദൈവത്തിനെ മുറുകെ പിടിച്ച ദൈവശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോഴാണ് ആ പരീക്ഷകളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് ദൈവത്തെ മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ലൂക്കാ സുവിശേഷം 7-ാം അധ്യായത്തിലെ അവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്ന ഒരു വചനം ഞാൻ നോക്കുക. 23-ാമത്തെ വചനം, എന്നിൽ ഇടർച്ച ആകാത്തവൻ ഭാഗ്യവാൻ, എന്നിൽ ഇടർച്ചയാകാത്തവൻ ഭാഗ്യവാൻ എന്ന് യേശു പറയുകയാണ്. വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ദേവാലയ ശുശ്രൂഷകളിലൊക്കെ സജീവമായി പങ്കുചേരുമ്പോഴും നാം ഇതാ എന്തെങ്കിലും പ്രശ്നങ്ങളെ, പരീക്ഷകളെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ നാം നിർഭാഗ്യവരായിട്ട് മാറിപ്പോന്നു, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നു, നിരാശയിലേക്ക് പോകുന്നു.
അപ്പോൾ ദൈവത്തിൽ ഇടർച്ച വരുത്തുകയാണ്. ദൈവം നമ്മളുമായിട്ട് ഒരു ഇടർച്ച ഉണ്ടാകുകയാണ്. ഞാൻ എന്തെല്ലാം കുറ്റങ്ങളാ പറയാം, ഞാൻ ഇത്രയെല്ലാം പ്രാർത്ഥിച്ചു, ഞാൻ ഉപവസിച്ചു, നോയമ്പ്. അപ്പം യേശു പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മ ഇന്നു മുതൽ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. ആ ഭാഗ്യം എവിടുന്ന് കിട്ടി? ദൈവവചനം കേട്ട് അത് പാലിച്ചത് കൊണ്ടല്ലേ. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന പ്രിയ മക്കളെ, ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഈ ലോകത്തിൽ നമുക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒന്നിന്റെ പിന്നാലെ ഉണ്ടാകും. പക്ഷെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനത്തിൽ മുറുകെ പിടിച്ച വിശ്വാസത്തെ വളർത്തിയെടുത്താൽ, പ്രാർത്ഥന ജീവിതമായിട്ട് നയിച്ചാൽ ഈ വെളിപ്പെടാനിരിക്കുന്ന ഭാഗ്യം നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ട് നമ്മൾ പോകുന്നു. ആയുസ്സത്തിയെ മരിക്കത്തുള്ളൂ. ഭാഗ്യമരണം കിട്ടും. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി വീണ്ടും പറയുകയാണ്, അതിനെന്ത് വേണം? ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 37-ാമത്തെ വചനം പറയുന്നു, ഇതാ അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഉണർവുള്ളവരായി കണ്ടാൽ ആ ദൃശ്യന്മാർ ഭാഗ്യവാന്മാർ. 37-38 വചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ 12-ാം അധ്യായത്തിലെ 12-ാമത്തെ ലൂക്ക 12-ന്റെ 37-38 വചനത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ വളരെ ശക്തമായ രീതിയിൽ പറയാം. വചനം കേട്ട് നമ്മൾ അതനുസരിച്ച് ഏറ്റവും കൂടുതൽ ഭാഗ്യവാനാണ്. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. എന്താണ്? ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 37-38 വചനത്തിലേക്ക് പറയുക, യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവരമുറക്കി അവരെ ഭക്ഷണത്തിനെത്തുകയും അടുത്ത് ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. ദൈവ സംരക്ഷണം കിട്ടും. ദൈവത്തിന്റെ മക്കളെ, അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവര് ഒരുക്കമുള്ളവരായി കണ്ടാൽ അവർ ഭാഗ്യവാന്മാർ. കണ്ടോ, ഇതാണ് ദൈവിക ഭാഗ്യം. അവരാണ് നന്മരണം വഴി പോകുന്നത്, ആയുസ്സെത്തി പോകുന്നത്. ഭാഗ്യമരണം അല്ലാത്ത എല്ലാം നിർഭാഗ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നമുക്ക് പരീക്ഷകളെ അതിജീവിക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവവചനം പാലിക്കണം, പരീക്ഷകളെ അതിജീവിക്കണം. ഈ മേഖലകളിലെല്ലാം നമ്മളെ ഒന്ന് കൈകാര്യം ചെയ്തു നോക്കിയേ, ആ ഭാഗ്യം നമ്മൾ അനുഭവിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരേക്കാൾ നിർഭാഗ്യവരാ. ഈ ഭാഗ്യം അനുഭവിക്കണമെങ്കിൽ ഞാൻ ആദ്യം മുതൽ പറഞ്ഞു, മനസാക്ഷി കുത്താത്തവൻ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഉത്തമമായ ഭാര്യ ഉള്ളവൻ ഭാഗ്യവാന്മാർ. ഇങ്ങനെയുള്ള തിരുവചനങ്ങളൊക്കെ നമ്മൾ വായിക്കണം. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 14-ാം അധ്യായം 15-ാമത്തെ വചനം പറയുന്നു, സ്വർഗരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരാണ് സ്വർഗരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കാൻ? അപ്പത്തെ കുറിച്ച് ഈ ദൈവീയ രാജ്യത്തെ കുറിച്ചും ഒക്കെ മാർത്ത മറിയ എന്ന ആ ഉപമ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മാത്യു താനിയത്തച്ഛൻ നമുക്ക് നല്ല വ്യക്തമായ രീതിയിൽ വ്യാഖ്യാനിച്ചു തന്നു. ചെവിയുള്ളവൻ കേൾക്കണം. ദൈവവചനം ശ്രവിക്കാൻ വന്നാൽ അവർക്ക് മനസ്സിലാവും. അപ്പം, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുക. അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്ന, ദൈവത്തിന്റെ വായിൽ വരുന്ന ഓരോ വചനം കൊണ്ടുമാണ്. വചനം കേൾക്കുന്നവരും വചനം മാംസമായ വിശുദ്ധ കുർബാന അപ്പം അത് ഭക്ഷിക്കുന്നവരും സ്വർഗരാജ്യത്തിലെയാണ്. അവർ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യത്തിലെ അപ്പം ഭക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് ലൂക്ക 14-15 പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഭാഗ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? എന്നിട്ടും നീ നിരാശയാണോ? മനസാക്ഷി കുത്താണോ? എന്താണ് നിന്നിലുള്ളത്? ദുഷ്ടരുടെ ഉപദേശമാണോ നീ സ്വീകരിക്കുന്നത്? അവിടെ ഇവിടെയും കാണുന്ന മീഡിയയിൽ കൂടെ വരുന്ന ന്യൂസുകളൊക്കെ കേൾക്കാതെ, ഇത് ഗുഡ് ന്യൂസ് ആണ്. ഈ ബൈബിളിന്റെ പേര് ഗുഡ് ന്യൂസ്. സത്യവേദ പുസ്തകം, ഹോളി ബൈബിൾ, വിശുദ്ധ ബൈബിൾ. 3 രീതിയിലാണ് നമ്മൾ അതിനെ പ്രബോധനം ചെയ്യുന്നത്. ചിലര് സത്യവേദ പുസ്തകം എന്ന് പറയും. പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ സത്യവേദ പുസ്തകം എന്ന് പറയും. കത്തോലിക്കര് ഹോളി ബൈബിൾ എന്ന് പറയും. ഈ വചനം പ്രിയമുള്ളവരെ ദൈവത്തിന്റെയാണ്. അതുകൊണ്ട് ഈ വചനത്തെ നമ്മളെ ആസ്പദമാക്കി വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുമ്പോൾ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ വചനം ശ്രവിക്കാൻ വരണം, കേൾക്കാൻ വരരുത്. പരീക്ഷകളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. വീണ്ടും നമുക്കറിയാം, സങ്കീർത്തനത്തിൽ പറയുന്ന, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലെ
7, 8 വചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യം, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. അത് നമ്മുടെ സഭയിലെ അതിനുവേണ്ടി എല്ലാ കുദാശകളുമുണ്ട്. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. 3 എന്താ പറയാ? കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. ഇത് സങ്കീർത്തനം 32 1, 2 വചനത്തിലും പറയുന്നുണ്ട്. ഇവിടെ റോമ 4:7, 8 വചനം പറയുമ്പോൾ സങ്കീർത്തനം വിളിച്ച് പറയുന്നുണ്ട് 32. ഞാൻ പാപം ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവനൊക്കെ കരഞ്ഞെന്ന് പറയുന്നത്. കർത്താവ് മാപ്പ് തരുന്നു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നമ്മളെ ഇതൊക്കെ ഒന്ന് ഓർക്കാം. കർത്താവ് മാപ്പ് തരും. മാപ്പ് ലഭിച്ചവൻ ഭാഗ്യവാനായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ദൈവിക ഭാഗ്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ അത് നമുക്ക് ഈ ലോകത്ത് അനുഭവിച്ച ആയുസ്സക്തി, ഭാഗ്യമരണം, നന്മരണം വഴി നമുക്ക് ദൈവസന്നിധിയിൽ എത്താൻ സാധിക്കും. അതിനെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അവന് ആ രാത്രി യാമത്തിൽ വരുമ്പോൾ ഉണർവുള്ളവരായി കാണണം. ദൈവവചനം കേട്ട് അത് പാലിക്കണം. ഭാഗ്യവാനായിട്ട് മാറും. കർത്താവിൽ ഇടർച്ച വരരുത്. ദൈവം നീയുമായിട്ട് ഒരു ഇടർച്ച ഉണ്ടാകാൻ പാടില്ല. അതെ, കർത്താവ് പാപം ചുമത്താത്തവൻ ഭാഗ്യവാൻ. സ്വർഗത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. ഉത്തമമായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാത്തവൻ ഭാഗ്യവാൻ. വീണ്ടും സങ്കീർത്തനം 34:8 പറയുന്നു. 34:8 വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. അവിടെ വേറെ രീതി പറയാം. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാൻ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയണമെന്ന് വെച്ചാൽ അനുഭവിച്ചറിയണം. എങ്ങനെ അനുഭവിച്ചറിയണം? തോമസ് ലീഹായുടെ യോഹന്നാന്റെ സുവിശേഷം 20-29 വചനം പറയുന്നു. തോമസേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. തോമസ് അനുഭവിച്ചതാ. കർത്താവിനെ രുചിച്ചറിഞ്ഞു. അതുകൊണ്ട് അവൻ ഭാഗ്യവാനായിട്ട് മാറി. കാണാതെ വിശ്വസിക്കുന്നവൻ അതിനേക്കാൾ ഭാഗ്യവാൻ. അതുകൊണ്ടാണ് നമുക്ക് വെളിപ്പെടാനിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് വിശ്വസിക്കണം. നിന്റെ കഷ്ടപ്പാട് ഇന്ന് മാറും. നിന്റെ വേദന ഇന്ന് മാറും. അതിന്റെ അപ്പുറത്ത് നിനക്കൊരു രക്ഷയുണ്ട്. കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ പ്രത്യാശയുള്ളവനാണ്. കർത്താവ് കുറ്റം ചുമത്തത്തില്ല. മനസാക്ഷി കുത്തത്തില്ല. അവൻ പ്രത്യാശയോടെ കാത്തിരിക്കും. ദുർബലരാകത്തില്ല. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുന്നില്ല. ദൈവവചനം കേട്ട് അത് പാലിക്കുകയാണ്. ദുഷ്ടന്മാർ പറയും, നീ എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങി, നിന്റെ പ്രശ്നമൊന്നും മാറുന്നില്ലല്ലോ. ഒരുപക്ഷെ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഒക്കെ പറയും, നിങ്ങൾ അവിടെ എവിടെയല്ലോ ഓടി നടന്നല്ലേ, പ്രാർത്ഥിച്ചില്ലേ, എന്നിട്ട് എന്താ ഇപ്പോഴും ഇതുവരെ നമ്മുടെ പ്രശ്നമൊന്നും മാറിയില്ലല്ലോ. നിന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോഴാണ് നിനക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോടെ തുലനം ചെയ്തുകൊണ്ട് ഇന്നത്തെ കഷ്ടപ്പാടുകളെ നീ മാറ്റി ദൈവവചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നീ മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കരുത്. അവർ ദുഷ്ടത പറയും. നിന്റെ പ്രത്യാശ നിരാശയായിട്ട് മാറും. അതുകൊണ്ട് ദൈവവചനത്തെ തന്നെ മുറുകെ പിടിക്കാൻ അനുഗ്രഹമാണ്. സങ്കീർത്തനം 41:1 വചനം പറയുന്നു, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ദരിദ്രരോട് ദയ കാണിക്കണം. കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളുകളിൽ ദൈവം അവനെ രക്ഷിക്കും. അവൻ ദരിദ്രനോട് ദയ കാണിക്കണം. വീണ്ടും നമുക്കറിയാം 128 സങ്കീർത്തനം. ഞാൻ എല്ലാം എടുത്തെടുത്ത് പറഞ്ഞ ഓരോ മേഖലകളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴേ ആ ഭാഗ്യം നമുക്ക് ലഭിക്കുകയാണ്. ഞാൻ ഈ പല കാര്യങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഭാഗ്യമുള്ളവരായിട്ട് മാറും. ആ വ്യക്തികളാണ് ഭാഗ്യമരണം ആയുസ്സത്തി മരിക്കുന്നത്. 128 വചനത്തില് അവിടെ നമുക്കറിയാം ദൈവഭക്തരെ കുറിച്ച് പറയുന്നതാ. 1-ാമത്തെ തിരുവചനം പറയുകയാണ്, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അപ്പം കർത്താവിനെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വഴികളിൽ നിന്ന് വ്യതിചലിക്കരുത്. ദൈവത്തിൽ ഇടർച്ച വരുത്തരുത്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കരുത്. മനസാക്ഷി കുത്തരുത്. മനസാക്ഷി കുത്തുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നീ ചെയ്തത് തെറ്റാണ്. മനസാക്ഷി കുത്തുണ്ട ഏറ്റവും വലിയ സാക്ഷിത്വം വഹിക്കുകയാണ് മനസാക്ഷി. അവിടെ ദൈവം തമ്പുരാനുണ്ട് നിന്റെ ഹൃദയത്തില്. അതുകൊണ്ടാ മനസാക്ഷി കുത്തുന്നത്. നീ കള്ളം പറയുമ്പോൾ, നീ നുണ പറയുമ്പോൾ,
നീ വ്യതിചലിക്കുമ്പോൾ, പാപം ചെയ്യുമ്പോൾ മനസാക്ഷി നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? അപ്പൊ നീ നിർഭാഗ്യവനാ. ആ ഭാഗ്യം നമുക്ക് കിട്ടാനായിട്ട് നോക്ക്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. മത്തായി 16:17 യേശു അവനോട് അരുളിച്ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനേ, നീ ഭാഗ്യവാനാണ്. യേശു പറയുക, നീ ഭാഗ്യവാനാണ്. മാംസ രക്തങ്ങളല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. കണ്ടോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് നിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവം ഓരോന്ന് വെളിപ്പെടുത്തി തരും. നിഗൂഢമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തരും. മത്തായിയുടെ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ 6-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. വീണ്ടും പറയുക, എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. ഇങ്ങനെ ഒരുപാട് തിരുവചനങ്ങളിൽ കൂടി നമ്മൾ കടക്കുമ്പോൾ ആ ഭാഗ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ നട്ടോട്ടം ഓടുന്നത്. ഞാൻ ഈ പറഞ്ഞ വചനങ്ങളെല്ലാം അതേപടി പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മനസാക്ഷി കുത്തത്തില്ല. ഈ വചനങ്ങളെല്ലാം ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാറില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കും. ഇപ്പം കയറിയ റവറൻ ഡോക്ടർ 3 ഡോക്ടറേറ്റ് എടുത്ത അച്ഛനാ. ബിഷപ്പിനേക്കാൾ കൂടുതൽ, ഒരു ബിഷപ്പ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിത്തമുണ്ട്. ബിഷപ്പ് ആകാനുള്ള എല്ലാ വഴികളും ഉണ്ട്. പക്ഷെ ബിഷപ്പായാലേ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകും, ആത്മീയത നഷ്ടപ്പെടും. കാരണം എന്താണെന്നറിയോ ആത്മീയത? ആ സഭയുടെ കാര്യങ്ങളിൽ തലയിടുമ്പോൾ ഇതുപോലെ പ്രസംഗിക്കാനും എടുക്കാനും പറ്റത്തില്ല. ഈ ബഹുമാനപ്പെട്ട അച്ഛനെ ബ്രദറായിട്ടിരുന്നപ്പം തൊട്ട് എൻ്റെ കൂടെ എൻ്റെ ധ്യാനം കൂടി ഞങ്ങൾ വർഷങ്ങളായി ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. എല്ലാ മേഖലകളിലും വിശുദ്ധ അൽമോത്സവയുടെ കബറിടത്തിലും വിശുദ്ധ ചൗറച്ചൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ധ്യാനിപ്പിച്ചതാ. എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ധ്യാന സെന്ററുകൾ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ഒരുമിച്ച് ഞങ്ങളുടെ ടീമിന് കൂടാൻ പറ്റുന്നില്ല. പക്ഷെ ഈ സൂമിൽ കൂടെ എല്ലാവരും ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുക. എന്നിട്ടും എല്ലാ അച്ഛന്മാർക്കും കയറാൻ പറ്റുന്നില്ല. അതിനുള്ള സമയം നമുക്കില്ലല്ലോ. നമ്മുടെ സമയത്തിന് അവർക്ക് സമയം ഒത്തെന്ന് വരത്തില്ല. എന്നാൽ ധ്യാനം ഉണ്ടെങ്കിൽ എല്ലാവരുടെയും സമയം ഒരുപോലെ, അത് ഫിക്സ് അല്ലേ. ഇത് പല പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലെ സ്വർഗരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവർ ഭാഗ്യവാൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ ഭാഗ്യവാനാണ്. നിത്യജീവന്റെ കിരീടം കിട്ടും. വചനം കേൾക്കുന്ന വചനത്തിൽ നിത്യജീവനുണ്ട്. വചനം കേട്ടാൽ നിങ്ങൾ ഇന്ന് സമയം കളഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഭാഗ്യവാന്മാരാ. നിങ്ങൾ ഒരിക്കലും നിർഭാഗ്യവരല്ല. ഈ വചനം കേട്ട് വചനപ്രഘോഷകന്റെ ഉപദേശം സ്വീകരിച്ച് ജീവിക്കാൻ പഠിക്കുമ്പോഴാണ് ആ ഭാഗ്യം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കരുത്. എല്ലാ സ്ഥലത്തും പോകണം. എവിടെ ദൈവം അയക്കുന്ന അവിടേക്ക് പോകണം. യെശയ്യാ പറഞ്ഞ ആരാണ്? ഇന്നലെ നമ്മുടെ ആന്റണി ബ്രദർ എടുത്തു, ആരാണ് ആരാണ് ഇതിനു വേണ്ടി പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ യെശയ്യാ പറഞ്ഞ, എന്നെ അയച്ചാലും ഞാൻ പോകാമെന്ന് പറഞ്ഞ പോലെ എങ്ങോട്ട് അയക്കുന്ന അവിടെ എല്ലാം പോകാൻ തയ്യാറാണ്. യോനായോട് പറഞ്ഞു നീ നിനവേലേക്ക് പോകാൻ. യോന പോയില്ല. പോകാഞ്ഞതുകൊണ്ട് എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചു. അവൻ എവിടെല്ലാം ചെന്ന് ആ ചെന്നിടത്തെല്ലാം ദുരിതം അനുഭവിക്കേണ്ടി വന്നു. ഒരൊറ്റ ഒരുത്തം മതി ഒരു ദേശം മുഴുവൻ നശിക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരുവരും മതി ആ ദേശത്തെ മുഴുവനും ദൈവം കാത്തു സൂക്ഷിക്കാൻ. യോനായോട് പറഞ്ഞ കാര്യം ചെയ്യുന്നിടം വരെ ദൈവം തമ്പുരാൻ അവന്റെ പിന്നിൽ നിന്ന് മാറിയില്ല. നിന്നോട് പറഞ്ഞതൊക്കെ ചെയ്യുന്നത് വരെ ഞാൻ നിന്നെ കൈവിടത്തില്ല. ഉൽപ്പത്തി 28:15 പറയുന്നുണ്ട്. ഉൽപ്പത്തി 28:15. അപ്പം ഭാഗ്യവാന്മാരായിട്ട് നമ്മൾ ജീവിക്കണം. ഒരു ഭാഗ്യം നമുക്ക്, അതുപോലൊരു ഭാഗ്യം ഈ ലോകത്ത് കിട്ടത്തില്ല. നമ്മൾ കാണുന്ന ഭാഗ്യമല്ല ദൈവം കാണുന്ന ഭാഗ്യം. നമ്മൾ കാണുന്ന ഭാഗ്യമെല്ലാം നിർഭാഗ്യവശാൽ അതെല്ലാം പോക്കാ. ഒരു ലോട്ടറി അടിച്ച് കോടികൾ കിട്ടിയാലും നിർഭാഗ്യവശാൽ അവൻ ആ സെക്കൻഡ് മരണമടഞ്ഞാൽ അവന് നിർഭാഗ്യവനാ. അവന്റെ മരണം ഭാഗ്യമരണമല്ല, നിർഭാഗ്യമരണമാ. എത്ര പേരെ അറ്റാക്കായിട്ട് മറിഞ്ഞു വന്ന്. ഇതെല്ലാം വാരിക്കുട്ടി സമ്പാദിച്ചുണ്ടാക്കി വെക്കുന്നവന് അനുഭവിക്കാൻ പറ്റാതെ പോയി കഴിയുമ്പോൾ അവൻ നിർഭാഗ്യനാ. ലഭിക്കുന്നതല്ല ആസ്വദിച്ച് കഴിയാൻ പഠിക്കണം. ഉണ്ടും കൊടുത്തും ആസ്വദിച്ചും ജീവിക്കുമ്പോഴാണ്, ദൈവിക രീതിയിൽ ആസ്വദിച്ചും ജീവിക്കുന്നവൻ ഭാഗ്യവാനാണ്. അവനൊന്നിനും കുറവുണ്ടാകത്തില്ല. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. അവന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. അവന്റെ പാത്രം, ആ ഒഴിക്കുന്ന പാത്രം അനുഗ്രഹിക്കപ്പെടും. കൊണ്ടും കൊടുത്തും ദൈവം ഇതപ്രകാരം ജീവിക്കുമ്പോഴേ ആസ്വദിച്ച് ജീവിക്കണം. എല്ലാം കൂടെ ഊട്ടി ഉണ്ടാക്കിയിട്ട്
പട്ടിണി കിടന്നും കഞ്ഞി കുടിക്കാതെയും ഉപവസിച്ചും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് പോയില്ലേ? ഉരുള് പൊട്ടിയപ്പോ മൊത്തം പോയി, യുദ്ധമുണ്ടായപ്പോ മൊത്തം പോയി, കോവിഡ് വന്നപ്പോൾ മൊത്തം പോയി. അതൊക്കെ നിർഭാഗ്യമാണ്. ഭാഗ്യം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഭാഗ്യവാന്മാർ ആ ഭാഗ്യം കെട്ടണം. ഇനി സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഞാൻ കൂടുതൽ മുന്നോട്ട് നീട്ടുന്നില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, 1 മുതൽ 11 വരെ. അതിലെ 3-ാമത്തെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുന്നവർ. ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ, ലോകം മുഴുവൻ നേടിയിട്ട് ഒരു പ്രയോജനമില്ല. ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ജീവിക്കുന്നവൻ ഭാഗ്യവാൻ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലാതെ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മദ്യപാനം നിർത്താനല്ല പ്രാർത്ഥിക്കേണ്ടത്, അവന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് വിശുദ്ധീകരിക്ക് ശക്തിപ്പെടുമ്പോൾ അവന്റെ മദ്യപാനം അവൻ ഉപേക്ഷിക്കും. അത് ജഡത്തിന്മേലുള്ളതാ. ആത്മാവ് ബലപ്പെട്ട് കഴിയുമ്പോൾ, ജ്ഞാനത്തിലും അറിവിലും ആത്മാവ് ശക്തിപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ ആ ദുർബല ശരീരത്തിൽ നിന്ന് ഈ ബലഹീനത എടുത്ത് ദൂരെ കളയും ദൈവം. അവൻ ദുർബലനായാലും അവൻ മദ്യപിക്കുന്നതിന്റെ കാരണം അവന് ആത്മീയ ശക്തി ഇല്ലാത്തത് കൊണ്ടാ. അപ്പൊ അവന്റെ ആത്മാവിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുന്നവൻ ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവർക്കുള്ളത്. സമാധാനം, സന്തോഷം അവർക്ക് കിട്ടും. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വസിപ്പിക്കപ്പെടും. ദുഃഖിതരോട് ചേർന്ന്, വേദനിക്കുന്നവരോട് ചേർന്ന് നമ്മളും അവരുടെ വേദനയിൽ പങ്കുചേരുമ്പോൾ അവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം കിട്ടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, ഏത് കാര്യത്തിനും പൊട്ടിത്തെറിക്കാതെ ശാന്തമായ രീതിയിൽ എല്ലാം കൈകാര്യം ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവർ ഭൂമിയെ അവകാശമാക്കും. ശാന്തശീലർ. ഇത് ദൈവിക സുവിശേഷ ഭാഗ്യങ്ങളാ. മറ്റേത് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചെയ്യേണ്ട ഭാഗ്യങ്ങളാണ് കഴിഞ്ഞ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പറയുന്ന സുവിശേഷ ഭാഗ്യങ്ങള്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ, അവർക്ക് സംതൃപ്തി ലഭിക്കും. നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ. സമ്പത്തിന് വേണ്ടി വിശപ്പും ദാഹം സഹിക്കുന്നവനല്ല, മക്കൾക്ക് വേണ്ടി വിശപ്പും ദാഹം സഹിക്കുന്നവനല്ല. നീതിക്ക് വേണ്ടി അനീതി പ്രവർത്തിക്കാതെ നീതിക്ക് വേണ്ടി, നീതി കിട്ടാൻ വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവർ ഭാഗ്യവാൻ, അവർക്ക് സംതൃപ്തി കിട്ടും. കരുണയുള്ളവൻ ഭാഗ്യവാൻ, കരുണ ലഭിക്കും. മറ്റുള്ളവരുടെ കരുണ തോന്നണം. കരുണയുള്ളവൻ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. 8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി ഇല്ലാത്തതുകൊണ്ട് മനസാക്ഷി കുത്തുണ്ടാകുന്നത്. മനസാക്ഷി കുത്ത്, പ്രത്യാശ കൈവിട്ടു പോവുക. ഇത് രണ്ടും കൈവിടാത്തവൻ ഭാഗ്യവാൻ. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. സമാധാനം അന്വേഷിക്കുന്നവൻ ഭാഗ്യവാൻ, സ്ഥാപിക്കുന്നവൻ ഭാഗ്യവാൻ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് ഓരോരുത്തർ വരുമ്പോൾ സമാധാനത്തോടെ അവർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കണം. സമാധാനം സ്ഥാപിക്കുന്നവർ അവന് ദൈവത്തിന്റെ മക്കളാ, ദൈവപുത്രന്മാരാ, അല്ല അവരെ ഭീതിപ്പെടുത്തുന്നവരാ. സമാധാനം. ഓരോ വ്യക്തികളും എന്നെ വിളിക്കുമ്പോൾ സമാധാനത്തോടെ അവരോട് പറയും. അവർ ഭൂമിയെ കൈവശമാക്കും. അപ്പം കരുണയുള്ളവർ ഭാഗ്യന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യന്മാർ, നീതിക്ക് വേണ്ടി വിശക്കും ദാഹ്യം ചെയ്യുന്നവൻ ഭാഗ്യം. നമ്മളൊക്കെ നീതിക്ക് വേണ്ടിയൊന്നുമല്ല, അനീതിക്ക് വേണ്ടിയാ വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാക്കുന്നത്. മക്കൾക്ക് വേണ്ടി, ജീവിക്കാൻ വേണ്ടി വിശപ്പും ദാഹവും ഒക്കെ അടക്കി പിടിച്ച് ജോലി ചെയ്യും. നമ്മൾ നിർഭാഗ്യവരാ. എല്ലാം ആസ്വദിച്ച് കഴിയണം. അതാ ഭാഗ്യവാന്മാർ. ദൈവം തന്നേക്കുന്ന കഴിവുകളും ദൈവം തന്നേക്കുന്ന സമ്പത്തും ദൈവം തന്നേക്കുന്ന ആരോഗ്യം ദൈവം തന്നേക്കുന്ന ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിയണം. ഞാൻ ഓർക്കായിരുന്നു, ആദ്യ കാലഘട്ടങ്ങളിലെ ദൈവസന്നിധിയിൽ ഇറങ്ങിയപ്പോൾ ഒരുപാട് പരീക്ഷകളെ നേരിട്ടു. ഞാൻ പലപ്പോഴും നിങ്ങളോട് പങ്കുവെച്ചതാ. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഞാൻ ദൈവരാജ്യത്തിൽ തന്നെ മുറുകെ പിടിച്ചു, ദൈവവചനം പാലിച്ചു. അതുകൊണ്ട്
അന്ന് പട്ടിണി കിടന്ന ഞാൻ ഇന്ന് എന്റെ കൺമുമ്പില് ഞാൻ ആഗ്രഹിക്കുന്ന ആഹാരങ്ങളെ ഞാൻ പോകുന്ന ഇടങ്ങളിൽ എനിക്ക് വേണ്ടി ഒരുക്കി വെക്കുമ്പോൾ ഒരു നിമിഷം ഞാൻ പഴയ കാലത്തിലേക്കൊന്ന് തിരിയും. കർത്താവ് തന്ന അന്ന് ഞാൻ പരീക്ഷകളെ അതിജീവിക്കാൻ വേണ്ടി ആ നീതിക്ക് വേണ്ടി പട്ടിണി കിടന്നു, ദാഹിച്ചു, വലഞ്ഞു. പക്ഷേ ഞാൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ മുന്നിൽ കണ്ടില്ല. അത് കാണാനുള്ള അന്ന് അതിനുള്ള ഇതില്ലായിരുന്നു. എങ്കിലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാം വരുന്ന ദുരിതങ്ങൾ അനുഭവിച്ച് ജീവിച്ചപ്പോൾ ഇന്ന് ഞാൻ ഭാഗ്യവാനായിട്ട് മാറി. ഇന്ന് എന്ത് ആഗ്രഹിക്കുന്നു, അത് ദേവാലയങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോയാലും ഏതെങ്കിലും ഭവനത്തിൽ പോയാലും എനിക്ക് എന്ത് വേണം അത് എന്റെ ദൈവം അവരിൽ കൂടി ഒരുക്കി വെച്ചിരിക്കും. ഇന്ന് ആഹാരം കഴിച്ച് സുരക്ഷിതമായിട്ട് ജീവിക്കാം. കാര്യം ദൈവം തന്നത് ആസ്വദിക്കാം. അതാണ് ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവർ ഭാഗ്യവന്മാർ. അപ്പം ദൈവം തന്നേക്കുന്ന സമാധാനം സന്തോഷവും അനുഭവിച്ച്, ദൈവം തന്നേക്കുന്ന ഭക്ഷണ സാധനങ്ങള് സമ്പത്തെല്ലാം അനുഭവിച്ച് ആസ്വദിച്ചു ജീവിക്കണം. അത് ദൈവത്തെ രുചിച്ചെറിയുന്നവരാണ്. 9 സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. വഴക്കുണ്ടാക്കി, വെറുപ്പും വിദ്വേഷം ഉണ്ടാക്കി, കുറ്റപ്പെടുത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളെ തലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കാര്യങ്ങൾ വലുതാക്കി പറയുന്ന ഒരുപാട് പരദൂഷണക്കാരുണ്ട്. അവർ ശപിക്കപ്പെട്ടവരാണ്. കാണുന്നതെല്ലാം ശരിയെന്ന് തോന്നരുത്, കേൾക്കുന്നതെല്ലാം ശരിയാണെന്ന് തോന്നരുത്. അതെല്ലാം നേരിട്ട് അറിയണം. അല്ലാതെ പറഞ്ഞു വരുത്തുന്നവനുണ്ടല്ലോ, അവന്റെ കുടുംബം അടിത്തറ കൊണ്ടും അവന്റെ കുടുംബം കർത്താവ് തകർത്ത് കളയും. പ്രത്യേകിച്ച് നിരന്തരം വചനം പ്രഘോഷണം നടത്തുന്നവർക്ക് എതിരായിട്ട് ആരെങ്കിലും ഒന്ന് നാവനക്കിയാൽ മതി, ഒന്ന് ചിന്തിച്ചാൽ മതി, ദൈവം അവന്റെ അപ്പമാവുന്ന അടിത്തറ ഇളക്കി കളയും. അതുകൊണ്ട് നിരന്തരം വചനം പ്രഘോഷിക്കുന്നവരെ ഏറ്റവും വളരെ സൂക്ഷിക്കണം. അവർക്കെതിരായിട്ട് ഒരു വാക്ക് പറയുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അതാണ് നീതിക്ക് വേണ്ടി പീഡനം സഹിക്കുന്ന ഭാഗ്യം സ്വർഗരാജ്യം അവർക്കുള്ളത്. സമാധാനം സ്ഥാപിക്കുന്ന ഭാഗ്യമാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം സഹിക്കണം. അനീതിക്ക് വേണ്ടി പീഡനം സഹിക്കുന്നതിനേക്കാൾ നീതിക്ക് വേണ്ടി പീഡനം സഹിക്കുന്നവർ ഭാഗ്യന്മാർ. അവർക്ക് സ്വർഗരാജ്യം ലഭിക്കുമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലും പരലോകത്തിലും ശാന്തിയും സമാധാനവും കിട്ടും. ആയുസ് തികഞ്ഞ് സമാധാനത്തോടെ പോകാൻ സാധിക്കും. അവർക്ക് നല്ല പുനരുത്ഥാനമുണ്ട്. എന്നെ പ്രതി മനുഷ്യൻ നിങ്ങളെ അവഗണിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഉണ്ടോ? ദൈവീയ കാര്യത്തിന് വേണ്ടി മറ്റുള്ളവര് നമ്മുടെ പേര് ദുഷിച്ച് പറയുക എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ഭാഗ്യവന്മാർ, അവര് നിർഭാഗ്യവരായിട്ട് മാറും. ഞാൻ മുമ്പ് പറഞ്ഞത്, വചനപ്രഘോഷകർക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒരു നാവനക്കിയാൽ മതി, അവരുടെ കുടുംബം തോണ്ടിക്കളയും ദൈവം. അതുകൊണ്ട് വചനപ്രഘോഷകർക്ക് എതിരായിട്ട് ഒരു വാക്ക് പോലും ചിന്തയിൽ പോലും വരരുത്. കാര്യം അവർ നിരന്തരം ദൈവസന്നിധിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലെ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മളെ ഈ ഭാഗ്യം നമ്മൾ കരസ്ഥമാക്കാനായിട്ട് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവൻ ഭാഗ്യവാന്മാരായിട്ട് മാറും. ഇപ്പൊ നിങ്ങൾ ഭാഗ്യവാന്മാരാ, ഭാഗ്യവതിമാരാ. സ്വർഗരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവന്മാർ, വിശുദ്ധ കുർബാനയും വചനപ്രഘോഷവും കേൾക്കുന്നവരും ഭാഗ്യവന്മാർ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാതിരുന്നാൽ ഭാഗ്യവാൻ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാര്യ ഉത്തമമായ ഭാര്യയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവൻ കുറവുകളുണ്ട്. ആ കുറവുകളെ മനസ്സിലാക്കി ജീവിച്ചാൽ നിന്റെ ഭാര്യ ഉത്തമമായ ഭാര്യ, നിന്റെ ഭർത്താവ് ഉത്തമമായ ഭർത്താവാണ്. അത് മനസ്സിലാക്കി ജീവിക്കുന്നവർക്ക് അവർ ഭാഗ്യവാന്മാർ. പരീക്ഷകളെ അതിജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. ലാസ്റ്റ് ഒരു വചനം കൂടെ ഞാൻ പറഞ്ഞിട്ട് തമ്പുരാന്റെ കരങ്ങളെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ട്. ദൈവകാര്യത്തിന് വേണ്ടി മറ്റുള്ളവർ കുറ്റപ്പെടുത്തും, മറ്റുള്ളവർ നിന്നെ പേര് ദുഷിച്ചൊക്കെ പറഞ്ഞാലും നിന്നിൽ ദൈവാത്മാവ് വസിക്കുന്നത് കൊണ്ട് നീ ഭാഗ്യവാനും പറയുന്നവര് നിർഭാഗ്യവരുമായിട്ട് മാറും. ഭാഗ്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അങ്ങനെ ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഭാഗ്യവും നിർഭാഗ്യവും മനസ്സിലാക്കി സുവിശേഷ ഭാഗ്യങ്ങളും ജീവിത ഭാഗ്യങ്ങളും രണ്ട് മേഖലകളെയും പറഞ്ഞ് നിർഭാഗ്യവും പറഞ്ഞു. 3 മേഖലകളിൽ കൂടി എന്ന്
നമ്മൾ കടന്നു പോയത്. ഒന്ന് സുവിശേഷ ഭാഗ്യങ്ങൾ. അത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 11 വരെ സുവിശേഷ ഭാഗ്യങ്ങളാണ്. ആദ്യം ഞാൻ പറഞ്ഞത് ജീവിതത്തിലെ നേട്ടങ്ങള് ദൈവം പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുന്ന ജീവിത ഭാഗ്യം, അത് നിത്യജീവന്റെ കിരീടം കിട്ടുന്ന ഭാഗ്യം, പരീക്ഷകളെ അതിജീവിക്കുക, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുക, അത് നമ്മുടെ ജീവിത മേഖലകളില്ല. അപ്പോഴേ നമ്മൾ ഭാഗ്യവാന്മാരായിട്ട് മാറണം. തലമുറകള് ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കപ്പെടും എന്ന് പറഞ്ഞാൽ തലമുറകൾ ഭാഗ്യവാന്മാരെന്ന് പ്രവർത്തിക്കപ്പെടും. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ, അതിക്രമങ്ങൾക്ക് മാപ്പ് ലഭിച്ചവൻ ഭാഗ്യവാൻ. അത് കുമ്പസാരിക്കുമ്പോൾ അതിക്രമങ്ങൾക്ക് മാപ്പ് ലഭിക്കും, അവൻ ഭാഗ്യവാനാവും. അപ്പം കുമ്പസാരം വേണമെന്ന്, വിശുദ്ധ കുർബാന വേണം, വചനപ്രഘോഷണം വേണം, അത് കേൾക്കണം. അപ്പൊ ഇങ്ങനെ ജീവിത സാഹചര്യങ്ങളിൽ ഭാഗ്യവാന്മാരായിട്ട് ജീവിക്കാനും ആയുസ്സെത്തി മരിക്കാനും ഭാഗ്യമരണം ലഭിക്കാനും നമ്മളെ വഴികളാണ് ഇന്ന് പറഞ്ഞത്. അത് ദൈവവചനം ശ്രവിച്ചവർ ഭാഗ്യവാന്മാർ. ശ്രവണശക്തി വേണം. ദൈവസന്നെ പരിപൂർണമായിട്ടും നമ്മുടെ ഭാഗ്യവും നിർഭാഗ്യവും മനസ്സിലാക്കി ഇന്നത്തെ തിരുവചനത്തിൽ കൂടി ജീവിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളെ മാറി ഭാഗ്യ ജീവിതം നമുക്ക് ഉണ്ട്. ഇത് പരീക്ഷയാണ്, പരീക്ഷഘട്ടമാണ്. കഷ്ടപ്പാടുകളും വേദനകളെയും അതിജീവിക്കണം, മാറിപ്പോരുത്. ദൈവവചനത്തിൽ ഉറകെ പിടിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ, എന്നിൽ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ, എനിക്കും നമ്മുടെ ടീമംഗങ്ങൾക്കും ഉണ്ടാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലും പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കും പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടവരുടെ മേലും ഈ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പറഞ്ഞ തിരുവചനത്തിന്റെ അനന്ത യോഗ്യതയാൽ ഈ വചനം കേട്ട അതനുസരിക്കാൻ തീരുമാനമെടുത്ത എല്ലാ വ്യക്തികൾക്കും ഭാഗ്യം, ഭാഗ്യം, ഭാഗ്യം. ഇന്നലത്തെ വചനം കേട്ട് ഒരു സഹോദരി എനിക്ക് മെസ്സേജ് വിട്ടു, ഞാൻ ഇനിയും അങ്ങനെ ജീവിക്കാൻ ഞാൻ കൂടുതൽ പരിശ്രമിക്കും. എനിക്ക് ഒത്തിരി സന്തോഷമായി. അത്ര പേര് കേട്ടെങ്കിലും ഒരാളെങ്കിലും അതിന് മറുപടി തന്നല്ലോ. ബ്രദറെ, ഇന്നലത്തെ വചനം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇന്നലത്തെ വചനം അനുസരിച്ച് ജീവിക്കാൻ ഞാൻ പരിശ്രമിക്കുമെന്ന്. അപ്പൊ തന്നെ ദൈവാനുഗ്രഹം, ദൈവത്തിന്റെ കരങ്ങൾ അവരിലേക്ക് നീട്ടിക്കഴിഞ്ഞു. നമ്മൾ വചനം കേൾക്കും, പക്ഷെ അതനുസരിച്ചല്ല. വ്യഗ്രത, ഉത്കണ്ഠ, ആകുലത, ഏത് മാന്ത്രം കൂടോത്രം അല്ല, എന്തെല്ലാം ചെയ്താലും അവന്റെ ചെയ്യുന്നവന്റെ തലയിൽ ചെന്ന് പതിക്കും. നീ സ്ട്രോങ് ആകണം, ഡബിൾ സ്ട്രോങ്, ദൈവത്തിന്റെ ശക്തിയാല്. അല്ലെ, അതും ഇതും കണ്ട് തളർന്നു പോയെങ്കിൽ നീ കേട്ട വചനം മറ്റെല്ലാവരേക്കാൾ നീ നിർഭാഗ്യവനായിട്ട് മാറുക, നിരാശ ബാധിക്കും നിനക്ക്. അതുകൊണ്ട് കേട്ട വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വചനം പാലിക്കുന്നവൻ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ഇന്നത്തെ കഷ്ടപ്പാടുകളൊക്കെ എടുത്ത് ദൂരകള. ദൈവം അനുവദിക്കുന്നതൊക്കെ എന്റെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് തമ്പുരാന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്ഷയും നാം കേട്ട വചനങ്ങളോടുകൂടെ അത് അനുവർത്തിക്കുന്ന മക്കളായി തീരുവാൻ വേണ്ടുന്ന കൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടിയും നമ്മുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ മേലും ആത്മീയ മേഖലകളുടെ മേലും ഇന്നത്തെ സന്നിധരായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.